ഹലോ ഫ്രണ്ട്സ്, ഹോം ടെക് ആർട്ടിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ റോയൽ പ്ലേ റാഗിങ് ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ TV യൂണിറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. ഹൗസ് വാമിങ്ങിൻ്റെ തലേദിവസമാണ് ഈ വർക്ക് നമുക്ക് വരുന്നത്. വളരെ എളുപ്പം വന്ന് ചെയ്തൊരു വർക്കാണ്. രാത്രിയിലാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ലൈറ്റിൻ്റെയൊക്കെ ചെറിയ പ്രശ്നമുണ്ട്. സദയം ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ വർക്ക് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ വീഡിയോയിൽ കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഓറഞ്ച് കളറാണ് നമ്മൾ ബേസ് കോട്ടായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇത് 2 കോട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. അതിന് ശേഷം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ റോയൽ പ്ലേ അപ്ലൈ ചെയ്യേണ്ടത്. റോയൽ എമഷനാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അല്ല, നമ്മൾ സാധാ എമഷൻ ഉപയോഗിച്ച് നമുക്ക് റോയൽ പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. റോയലിൻ്റെ ഏഷ്യൻ്റെ റോയൽ എമഷനാണ് ഇവിടെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് റോയൽ പ്ലേ അപ്ലൈ ചെയ്യാം. മെറ്റാലിക് ഗോൾഡാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഈ വർക്ക് നമുക്ക് വളരെ സ്പീഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻ അടിക്കാൻ പറ്റത്തില്ല. റോയൽ പ്ലേ ചെയ്യാൻ ശരിക്കും അനുയോജ്യമായ സമയം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ രാവിലെ ചെയ്യുക, അതല്ലെങ്കിൽ വൈകുന്നേരങ്ങൾ ചെയ്യുക. കാരണം ഇത് ഉണങ്ങിപ്പോകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. റോയൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണവശാലും ഫാൻ ഉപയോഗിക്കരുത്. ഫാൻ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും ഇത് വലിഞ്ഞു പോകും. നമുക്ക് പാറ്റേൺ ഇടാൻ ബുദ്ധിമുട്ടായി. റോയൽ പ്ലേ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് പാറ്റേൺ അടിച്ച് മാറണം. റാഗിങ് റോളർ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഈ വീഡിയോ കാണുന്ന പോലെ നമുക്ക് അപ്ലൈ ചെയ്ത് മാറണം. ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പണിയും നടക്കില്ല. അതുകൊണ്ട് അക്കാര്യം വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാൻ. സ്പീഡിൻ്റെ കാര്യത്തിൽ ഒരു ദാക്ഷിണ്യവും പറ്റത്തില്ല. കാരണം 10 അല്ലെങ്കിൽ 15 മിനിറ്റുള്ളിൽ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ സമയം കിട്ടത്തില്ല. അതിനുള്ളിൽ നമ്മൾ വർക്ക് ഫിനിഷ് ചെയ്തിരിക്കണം. ഈ സമയത്തിനുള്ളിൽ നമ്മൾ തീർത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ജോയിൻ്റ് അടിച്ച് ഇരിക്കും. കാരണം അപ്ലൈ ചെയ്ത് പല വീഡിയോകളിലും ഞാൻ കണ്ടിട്ട് ജോയിൻ്റ് അടിച്ച് 4 സൈഡിലായിട്ടൊക്കെ നിൽക്കുന്ന നമുക്ക് പല വീഡിയോകളിലും കാണാൻ പറ്റും. കാരണം ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ്റ് ഉണ്ടാകത്തില്ല. ഒരു സൈഡിൽ പാറ്റേൺ ഇട്ടുകൊണ്ട് മാറുന്ന സമയത്ത് തന്നെ അടുത്തയാൾ റോളർ ഉരുട്ടി മാറേണ്ടതാണ്. അങ്ങനെ ഉരുട്ടി മാറിക്കഴിഞ്ഞാൽ നമ്മൾ ജോയിൻ്റ് ഉണ്ടാകത്തില്ല. എളുപ്പം നമുക്ക് അടിച്ചു തീർക്കുകയും ചെയ്യാം. വർക്ക് നല്ല ഫിനിഷായി കിടക്കുകയും ചെയ്യും. പാറ്റേൺ ഇടേണ്ട രീതി എന്ന് പറഞ്ഞാൽ ആദ്യം മേളിൽ നിന്ന് താഴോട്ട് വലിക്കുക, കഴിഞ്ഞ് സൈഡിൽ നിന്ന് ഇപ്പുറ സൈഡിലേക്ക് വലിക്കുക, അതിന് ശേഷം കോണിൽ നിന്ന് താഴോട്ട് വലിക്കുക. അങ്ങനെയാണ് പാറ്റേൺ ഇട്ട് മാറേണ്ടത്. ഇതെല്ലാം എളുപ്പം ചെയ്യേണ്ട ജോലിയാണ്. താമസിച്ച് കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞ ഒരു കാര്യം നടക്കില്ല. കാരണം എല്ലാം ജോയിൻ്റ് അടിച്ച് നാശമാകും. അതുകൊണ്ട് സ്പീഡാണ് റോയൽ പ്ലേ വർക്കിന് അത്യാവശ്യം വേണ്ട കാര്യം. സ്പീഡാണ്. സ്പീഡിൽ വർക്ക് പൂർത്തീകരിച്ചാൽ നല്ല ഫിനിഷിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ നല്ല ലുക്കിൽ സംഭവം കിടക്കും. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജോയിൻ്റ് അടിച്ച് പാറ്റേൺ കാണാൻ ഒരു ഭംഗിയും ഉണ്ടാകത്തില്ല. ഈ ഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് കുറേകൂടെ വ്യക്തമാകുമെന്ന് വിചാരിക്കുന്നു. ഞാനത് പറയാൻ കാരണം രാത്രിയിൽ ഈ വർക്ക് നടക്കുന്നതാണ്. ലൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് വിസിബിലിറ്റി വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ
മേളിൽ നിന്ന് താഴോട്ട് വലിച്ചതിന് ശേഷം ഈ കാണിക്കുന്ന പോലെ തന്നെ ഇടത് സൈഡിൽ നിന്ന് വലത്തോട്ട് വലിക്കുക. അതിന് ശേഷം ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് താഴോട്ട് വലിക്കുക. അങ്ങനെയാണ് നമ്മൾ പാറ്റേൺ ഇട്ട് മാറേണ്ടത്. ഇതെല്ലാം നമ്മൾ സ്പീഡിൽ തന്നെ ചെയ്യണം. സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വർക്ക് ഒരു ഭംഗിയും ഉണ്ടാകത്തില്ല. ഈ സൈഡിലൂടെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫിനിഷായി. ഫൈനലി നമ്മുടെ വർക്ക് പൂർണ്ണമായി. ഇതാണ് അതിന് ഫൈനൽ സ്റ്റേജ്. ഇങ്ങനെയാണ് അതിൻ്റെ ഭംഗി. നമ്മൾ വർക്ക് പൂർത്തീകരിക്കുമ്പോൾ കാണുന്ന ഒരു വിസിബിലിറ്റി. അപ്പോൾ ഈ വർക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് കമൻറ്റ് വഴി നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. വലിയ കുഴപ്പമില്ലാത്തൊരു വർക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്ക്വയർ ഫീറ്റിന് നമുക്ക് 80 രൂപ സ്ക്വയർ ഫീറ്റ് വാങ്ങാവുന്ന ഒരു വർക്കാണ്. കാരണം അതിനുള്ള കാശ് മുടക്കുണ്ട് ഈ വർക്കിന്. മെറ്റാലിക്കാണ്, നോൺ മെറ്റാലിക്കല്ല. മെറ്റാലിക് ആകുമ്പോൾ നല്ല ഗ്ലേസിങ് ഉണ്ട്, കാണാൻ നല്ല ലുക്കായിരിക്കും. ഞാനിത് പറഞ്ഞു, ഈ ഭാഗം TV യൂണിറ്റിൻ്റെ ഭാഗമാണ്. ഇവിടെ എൻ്റെ വർക്ക് പൂർത്തീകരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.